കൂട്ടുകാർക്ക് നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിന് ഒരു കൊറിയർ വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല ഭംഗിയുള്ളൊരു ഫോൺ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ഹീറോയെ വിളിച്ചിട്ട് നീയാണോ എനിക്ക് ഫോൺ അയച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയാണ്, ഫോണോ? ഞാനൊന്നും അല്ല അയച്ചത്, ചിലപ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ട് നിന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അയച്ചതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ സ്മൈൽ ചെയ്തിട്ട് അതെ ഇതെന്തായിരുന്നാലും എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും അയച്ചിട്ടുള്ളത്. എനിക്ക് ഫോൺ എന്തായാലും ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇപ്പോൾ തന്നെ പുതിയ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫോണിലേക്ക് അയക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. കാരണം അവൻ തന്നെയായിരുന്നു ആ ഫോൺ അയച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തൻ്റെ ഫോണിലേക്കും ഹീറോയിൻ ഫോട്ടോ അയക്കുമെന്നും പറഞ്ഞ് അവനിങ്ങനെ ഫോൺ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട്. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഹീറോയിൻ ഒരു ഫോട്ടോ എടുത്ത് ഹീറോയുടെ ഫോണിലേക്ക് അയച്ചിട്ട് താങ്ക്സ് മൈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കിസ്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന ഹീറോ ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോ നേരെ പോകുന്നത് ഒരു ഓഫീസിലേക്കാണ്. അവിടെ ഇന്ന് ഹീറോയ്ക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അവന് അവിടെ ജോലി കിട്ടുന്നുണ്ട്. ആക്ച്വലി അതൊരു ഇൻറ്റേൺ ആയിട്ടായിരുന്നു അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 6 മാസക്കാലം ഹീറോ നന്നായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ജോലി സ്ഥിരപ്പെടുത്തും, ഇല്ലെങ്കിൽ അവർ പറഞ്ഞു വിടുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറോ ആ ഒരു ഇൻറ്റേൺ ആയിട്ട് അവിടെ കയറാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. ഹീറോ ജോലിക്ക് പോയതും അവിടെ ഉണ്ടായിരുന്ന സ്ഥിരമായി ജോലി ചെയ്യുന്ന എല്ലാവരും ഹീറോയെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആ ഫയൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ഈ ഫയൽ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും, ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഹീറോയെ ഒരുപാട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് വേറെ ഒരു ജോലിയും കിട്ടാത്തത് കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയാണ്. അവളും ഇങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും അവളെ ഇന്റേൺ ആയിട്ട് പോലും ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സങ്കടപ്പെട്ട ഹീറോയിൻ ഒരു കഫേയിൽ വന്നിരിക്കുന്നുണ്ട്. നേരെ ഹീറോയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയാണ്, നിനക്ക് ഇന്റേൺ ആയിട്ടെങ്കിലും ജോലി കിട്ടി, എന്നെ ആരും അങ്ങനെ പോലും എടുക്കുന്നില്ലല്ലോ, എനിക്കൊരു ജോലിയും കിട്ടുന്നില്ല, എന്താരും എന്നെ ജോലിക്ക് എടുക്കാത്തതെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, എനിക്ക് ജോലി കിട്ടിയില്ല എന്നുള്ള വിഷമമല്ലേ ഉള്ളൂ, എനിക്ക് ഇന്റേൺ ആയിട്ട് ജോലി കിട്ടേണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എല്ലാവരും ചേർന്ന് എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുമെന്നും പറഞ്ഞ് ഒരു നിമിഷം ഇരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ വിഷമിക്കണ്ട, നമുക്ക് രണ്ടുപേർക്കും ഉടനെ തന്നെ നല്ലൊരു ജോലി കിട്ടുമെന്നും പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയിൻ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ അച്ഛൻ അവളെ വെയിറ്റ് ചെയ്ത് സോഫയിൽ തന്നെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ അച്ഛനെ ഉണർത്താതിരിക്കാനായിട്ട് ഒരു പുതപ്പെടുത്ത് പുതച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആരാന്ന് പറഞ്ഞു പോയി നോക്കുമ്പോൾ അത് ഹീറോയിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള സിന്ധി ആയിരുന്നു. നീ എന്താടി ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിന്ധി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛൻ എണീക്കുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയ മോളെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിന്ധി, അങ്കിൾ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ ചതിച്ചു, ഇപ്പോൾ എനിക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല, ഞാൻ ഒരിടത്തും പോകുന്നില്ല, ഇനി ഇവിടെ തന്നെ നിന്നോട്ടേയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛൻ, അതിനെന്താ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, നീയും കൂടെ നിന്നു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, മോളും ഇനി എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി, മോള് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ, അച്ഛൻ ഇതെന്താ പറയുന്നത്, ഒന്നാതെ ഇത് ചെറിയൊരു വീടാണ്, ഇവിടെ ഒന്നും ഇവിടെ നിർത്താൻ പറ്റില്ല, നീ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടും, നീ എന്താടി മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നത്, എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്ത് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്, അതുമല്ല ഒരു ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ എന്തുമാത്രം പണമാവും എന്നുള്ളത് നിനക്കറിയാവോ, എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നുമില്ല, പ്ലീസ് ഞാനിവിടെ നിന്നോട്ടേയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് വേണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നോ, പക്ഷെ എല്ലാ പണിയും എടുക്കണം, അതുപോലെ തന്നെ ബെഡൊന്നുമില്ല, വേണമെങ്കിൽ ഈ സോഫയിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സിന്ധി, ഓക്കെ എന്നെ ഈ വീട്ടിൽ നിർത്താൻ തന്നെ സമ്മതിച്ചല്ലോ, അത് തന്നെ മതി എന്ന് പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രാക്ടീസ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഹീറോ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള സന്ധ്യ ഹീറോയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. നീയെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, ബാക്കി എല്ലാവരും അവരുടെ ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിലും ഗേൾ ഫ്രണ്ട്സിനെയും കൊണ്ട് കറങ്ങാൻ പോവാണെന്നും പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുകയാണ്. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, കുറച്ച് നാൾ മുന്നേ നീ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ എവിടെയെങ്കിലും പോകാൻ വിളിച്ചാലും നീ നിന്റെ ബേബിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡ് ചിക്കനുമായിട്ട് അവളെ കാണാനല്ലേ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ നിനക്ക് എന്താ പറ്റിയത്, ഇനി എന്തായിരുന്നാലും എനിക്ക് നിന്നോടൊപ്പം വരാൻ ടൈമില്ല, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോ അവൻ്റെ ഫ്രണ്ടിനെ അവിടെ ഇരുത്തിയിട്ട് ഹീറോയിനുമായിട്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ടൈം അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റായിട്ട് അവരുടെ ഗ്രാജുവേഷൻ ഡേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സുമായിട്ട് ചെറിയൊരു പാർട്ടി നടത്തുന്നുണ്ട്. അതിനുശേഷം സ്കൂൾ ക്യാമ്പസിൽ ഹീറോയിനും മാത്രമായിട്ട് വന്ന് ഒരു കേക്ക് വാങ്ങി അവരുടെ ഗ്രാജുവേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു ക്യാൻഡിൽ ഊതി അണയ്ക്കാനായിട്ട്. അപ്പോൾ ഹീറോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് അത് ഊതി അണയ്ക്കുന്നുണ്ട്. ഉടനെ ഹീറോയിൻ, നീ എന്താ മനസ്സിൽ വിചാരിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, വേറെ ഒന്നുമല്ല, എനിക്ക് നിന്നെ കിസ് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്
വിചാരിച്ചതും ആ ആഗ്രഹം നടക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഹീറോയെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് ടൈം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ ഹീറോയിൻ ഭയങ്കര ടെൻഷനിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. ഈ കമ്പനി വേറൊന്നുമല്ല, ഹീറോയിൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവളും അവളുടെ അച്ഛനും ചേർന്ന് ഉണ്ടാക്കി വെച്ച എല്ലാ പണവും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇത് ആ കമ്പനി തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ കമ്പനിയുടെ പുറത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കമ്പനിയിൽ എല്ലാവരുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പണം ആരും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാൾ തന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ പണവും കൊണ്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കും ഒരു പണവും തിരികെ കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ചേർന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കുന്നത്. അത് കേട്ട ഉടനെയാണ് ഹീറോയിൻ ഷോക്കായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഹീറോയ്ക്കും ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിനെ കാണാനായിട്ട് അവൻ വേഗം ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ഹീറോയെ കാണുന്ന ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഞാനും അച്ഛനും ഒരുപാട് വർഷമായിട്ട് ചേർത്ത് വെച്ച പണമെല്ലാം ഈ കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരിപ്പോൾ പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഞങ്ങളുടെ പണം ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയെ ഹഗ് ചെയ്ത് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അത് കാണുന്ന ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട, എനിക്കറിയാന്നുള്ള കുറച്ച് ലോയേഴ്സ് ഉണ്ട്, ഞാൻ അവരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും നിന്റെ പണം തിരികെ വാങ്ങിത്തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ഇല്ല, ഇനി ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതിനുശേഷം ഹീറോ വീട്ടിൽ പോയിട്ട് ഹീറോയിൻ്റെ പണം എങ്ങനെയെങ്കിലും തിരികെ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ലൂപ്പ് ഹോളും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും തളരാനായിട്ട് അവൻ തയ്യാറായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഹീറോയിന് പണം തിരികെ വാങ്ങിക്കൊടുക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഹീറോ ഒരുപാട് ബുക്സ് റെഫർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കോൾ ചെയ്ത് പണം തിരികെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ എന്തൊക്കെയോ വഴികൾ കണ്ടെത്തുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനും അവളുടെ ഫ്രണ്ടായിട്ടുള്ള സിൻഡിയും ഏതെങ്കിലും ഒരു ലോയറിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ, തങ്ങളുടെ കയ്യിലുള്ള പണം വെച്ച് ഈ ഒരു കേസ് ജയിക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് ഒരുപാട് ലോയേഴ്സിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും അവരുടെ കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഭയങ്കര സങ്കടത്തിൽ ഒരുപാട് ആൾക്കാരെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയിനെ മീറ്റ് ചെയ്തിട്ട് നിന്റെ പണം തിരികെ കിട്ടാനുള്ള വഴികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു, നീ എന്നോടൊപ്പം വന്നേ, നമുക്ക് നേരെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോയിട്ട് മാനേജറിനെ മീറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ അവിടെ പോയിട്ട് എന്തിനാ, ഞാൻ വലിയ ലോയേഴ്സിനെ പോലും കോൺടാക്ട് ചെയ്തു, അവർ പോലും ഒരു സ്കോപ്പും വേണ്ട, നിങ്ങളുടെ പണം തിരികെ കിട്ടില്ല എന്നാണ് പറഞ്ഞത്, നിന്നെയും കൂട്ടി അവിടെ പോയിട്ട് നാണം കെടാൻ എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ നീ വിഷമിക്കണ്ട, ഞാൻ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ ലൂപ്പ് ഹോളെല്ലാം കണ്ടെത്തിയേക്കുന്നത്, നീ എന്നോടൊപ്പം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോ ടിപ്പ് ടോപ്പിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു സ്പെക്ടക്കിൾസ് ഒക്കെ വെച്ചിട്ട് നേരെ പോയി ആ ഒരു മാനേജറിനെ മീറ്റ് ചെയ്ത് ഒരുപാട് ലോ പോയിന്റ്സ് പറയുന്നുണ്ട്. നിങ്ങൾ പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ കമ്പനി വിറ്റിട്ടാണെങ്കിലും എല്ലാവരുടെ പണവും കൊടുക്കേണ്ടി വരും. മര്യാദയ്ക്ക് ഞങ്ങളുടെ പണമെങ്കിലും തിരികെ തരാനായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മാനേജറും ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളുടെ പണം കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ തന്നേക്കാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നുണ്ട്. അതായത് സിൻഡി അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ബോയ് ഫ്രണ്ട് ഒരു പക്ഷേ നല്ല പണക്കാരനായിരുന്നുവെങ്കിൽ നിനക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഹീറോയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല, പണമല്ല വലുത്, എന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ് വലുത്, അത് ഹീറോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അവരെ വിട്ടു പോയില്ല എന്നുള്ള കാര്യം ഹീറോയിൻ പറഞ്ഞതും അവളിപ്പോൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. അതെ, പണമുള്ള ഒരാളായിരുന്നുവെങ്കിലും തന്നോടൊപ്പം ഇത്രയും സ്നേഹത്തിൽ തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുക്കാനും തയ്യാറാവില്ലായിരുന്നു എന്നുള്ള കാര്യം ഹീറോയിനെ ഇപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയിനും പിന്നെ സിൻഡിയും ഹീറോയുടെ ഫ്രണ്ടായിട്ടുള്ള സൺടിയാനും ഒരു കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്തും കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിനും ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ആ കോൾ വന്നതും ഹീറോയിൻ ഭയങ്കര നെർവസ് ആയിട്ട് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞ് വേഗം ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ നീ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഞാനും കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ അതൊന്നും കേൾക്കാതെ ഒരു ടാക്സി പിടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോകുമ്പോൾ തന്നെ ഹീറോയിൻ്റെ അച്ഛൻ്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിൻ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്തും അവളുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയ ഹീറോയിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് വന്നിട്ട് മോളെ വിഷമിക്കേണ്ട, അവനൊന്നും പറ്റില്ല, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു കമ്പനി ഫ്ലോപ്പായി എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും പണം തിരികെ കിട്ടില്ലേ എന്നുള്ള ടെൻഷനിൽ അവൻ ജസ്റ്റ് ഒന്ന് ബോധം കെട്ട് വീണതാ, വേറെ പ്രശ്നമൊന്നുമില്ല, അവൻ ഇപ്പോൾ ഇങ്ങനെ എണീറ്റ് വരും, മോളെ വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ കുറച്ചിങ്ങനെ സമാധാനപ്പെടുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഹീറോയിനോട് പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്, ഉടനെ തന്നെ ഒരു സർജറി വേണം, ആ സർജറിക്ക് എങ്ങനെ പോയാലും $1,00,000 കൂടുതൽ ആവും, അതുകൊണ്ട് തന്നെ വേഗം അത് അറേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ഹീറോയിനും ഓക്കെ പറയാണ്. അതിനുശേഷം ഹീറോയിൻ്റെ അച്ഛനെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ ഭയങ്കര ടെൻഷനിലും, അയ്യോ അവൻ എന്നെ ഈ ഹോസ്പിറ്റലിലേക്കാണോ കൊണ്ടുവന്നത്, ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ്, എത്രയും വേഗം ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങുക, നമുക്ക് വീട്ടിലേക്ക് പോവാം, ഇപ്പോൾ തന്നെ നല്ലൊരു തുക ഫീസായി കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അച്ഛൻ വിഷമിക്കാതെ, അത്ര വലിയ തുകയൊന്നും
ഒന്നും ഫീസ് ആയിട്ടില്ല. അതുമല്ല അച്ഛന് വേഗം തന്നെ ഒരു സർജറിയുടെ ആവശ്യമുണ്ട്. 3-4 ദിവസത്തിനുള്ളിൽ സർജറി ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛൻ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. ഇല്ല, ഉറപ്പായിട്ടും ഞാനതിന് സമ്മതിക്കില്ല. ഈ അവസ്ഥയിൽ സർജറിയുടെ ആവശ്യമൊന്നുമില്ല. മോൾ എന്താ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി ഫ്ലോപ്പായി എന്നുള്ള കാര്യം എന്നോട് പറയാത്തത്? ആ തുക പോലും നമുക്ക് നഷ്ടമായി. ഇപ്പോൾ മോളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനുണ്ടാവില്ല. ആ സമയത്ത് എങ്ങനെയാണ് സർജറി ചെയ്യുന്നത്? അതും ഇത്രയും പണം വാങ്ങുന്ന ഒരു ഹോസ്പിറ്റലിൽ പറ്റില്ല. എനിക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വേണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, അങ്കിളിനോട് ആരാ പറഞ്ഞത് ആ കമ്പനി ഫ്ലോപ്പായി എന്നുള്ളത്? അങ്കിൾ ഒട്ടും വിഷമിക്കേണ്ട, നമ്മുടെ പണം ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ വന്നു ചേരും. ആ മാനേജർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ പണവും ഉടനെ തന്നെ തിരികെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിലും അയാൾക്ക് ഒരുപാട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛൻ ഒന്ന് സമാധാനപ്പെടുന്നുണ്ട്. ആ സമയത്തും സിൻഡിയും സൺടിയാനും ഹീറോയിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. സിൻഡിയുടെ കയ്യിൽ വലിയൊരു ബൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കാണുന്ന ഹീറോയിൻ്റെ അച്ഛൻ, നീ ഇതെന്താ ഞാൻ മരിച്ചു എന്നറിഞ്ഞിട്ടും റീത്ത് വയ്ക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണോ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന സിൻഡി, അങ്കിൾ എന്താ പറയുന്നത്? അങ്കിളിൻ്റെ സ്വന്തം അച്ഛനെ പോലെയല്ലേ? അങ്കിളിന് വേണ്ടിയിട്ട് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി അങ്കിളിന് ഇഷ്ടമാവുമെന്ന് കരുതി ഞാനിത് വാങ്ങിയിട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛൻ, ഓക്കെ ഈ ബൊക്കെ കൊണ്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാലും അവിടെ വച്ചേക്ക്. നീ അവനെ കണ്ടില്ലേ? അവൻ്റെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. അവനെ കണ്ടുപഠിക്കും. വയ്യാണ്ട് കിടക്കുന്നവരെ കാണാൻ പോകുമ്പോൾ ഫ്രൂട്ട്സ് ആണ് വാങ്ങിക്കൊണ്ട് പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവനും, അതെ അങ്കിളിന് ഫ്രൂട്ട്സ് വേണോ? ഞാനിപ്പോൾ കഴുകി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബനാന എടുത്തുകൊണ്ട് പോയി കഴുകുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ, നിങ്ങൾ എന്തിനാ ചിരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്കിളിന് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ നീ കഴുകാൻ പോയതൊക്കെ ഓക്കെ, പക്ഷേ ആപ്പിളോ വല്ലതും എടുത്തുകൊണ്ട് പോകുന്നതിന് പകരമായിട്ട് നീ എന്താ തൊലി കളഞ്ഞിട്ട് കഴിക്കുന്ന പഴം എടുത്തുകൊണ്ട് പോയി കഴുകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് താൻ ചെയ്തത് ഒരു മണ്ടത്തരാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഉടനെ ഓടി വന്ന് ഒരു ആപ്പിളും എടുത്തുകൊണ്ട് പോയി കഴുകി ഹീറോയിൻ്റെ അച്ഛന് കൊടുക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന ഹീറോയാണ്. ഇപ്പോൾ ഹീറോയ്ക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ്റെ ആ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഹീറോയിൻ്റെ കയ്യിൽ പണമൊന്നും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവൻ്റെ അമ്മയ്ക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അമ്മേ, ഞാൻ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോവാണ്. ആ വീടിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് 1 ലക്ഷം രൂപ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയുടെ അമ്മയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ കാര്യം അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള സൺടിയാനോട് പറയുന്നുണ്ട്. അപ്പോൾ സൺടിയാൻ, നീ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോവാണെന്ന് പറഞ്ഞ് പണം വാങ്ങിയതൊക്കെ ഓക്കെ. ഒരു ദിവസം നിന്റെ അമ്മ ഇങ്ങോട്ട് വന്ന് നീ വാങ്ങിയ വീട് എവിടെയാണെന്ന് ചോദിച്ചാലും നീ എന്ത് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, അതിനല്ലേ നിന്റെ വീടുള്ളത്? ഒരുപക്ഷെ എൻ്റെ അമ്മ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിന്റെ വീട് കാണിച്ചിട്ട് ഞാൻ വാങ്ങിയ പുതിയ വീടാണെന്ന് കള്ളം പറയുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സൺടിയാൻ ഹീറോയുമായിട്ട് ചെറിയ രീതിയിലൊന്ന് അടികൂടുന്നുണ്ട്. നിന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ, നീ എൻ്റെ ഫ്രണ്ട് അല്ലേടാന്നും പറഞ്ഞ് അവനെ സോപ്പിടുന്നുണ്ട്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന ഹീറോയിനെയും അവളുടെ അച്ഛനെയാണ്. ഹീറോയിൻ്റെ അച്ഛൻ ഇപ്പോഴും സർജറിക്ക് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ദേഷ്യപ്പെട്ടിട്ട് പണം ഇല്ലാന്ന് കരുതിയിട്ടാണ് അച്ഛൻ സമ്മതിക്കാത്തതെങ്കിലും അതൊന്നും വേണ്ട, ഉറപ്പായിട്ടും ഞാൻ പണം സംഘടിപ്പിച്ച് അച്ഛൻ്റെ സർജറി ചെയ്യും. അച്ഛനാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് പുറത്ത് വന്ന് താൻ എങ്ങനെയാണ് പണം സംഘടിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞ് ഹീറോയിൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ഫ്രണ്ടായിട്ടുള്ള സിൻഡി കോൾ ചെയ്ത്, സിൻഡി എനിക്ക് കുറച്ച് പണം എവിടെ നിന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവളും, നിന്റെ അച്ഛൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടല്ലേ? ഞാനും ഒരുപാട് പേരോട് ചോദിച്ചു നോക്കി, ആരും എനിക്ക് പണം കടം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളും സങ്കടം പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഉടനെ ഹീറോ അങ്ങോട്ട് വന്ന്, നീ വിഷമിക്കേണ്ട, നിന്റെ അച്ഛൻ്റെ സർജറിക്കുള്ള തുക ഞാൻ അടച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സിൻഡിക്കും ഹീറോയിനും ഒരേപോലെ ഹാപ്പി ആവുന്നുണ്ട്. ഹീറോയിൻ, നിനക്ക് എവിടെന്നാ പണം? പാർട്ട് ടൈം ജോലി ചെയ്യുന്ന പണം എല്ലാം നീ ഇതിലേക്കാണോ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, അതൊന്നും നീ അറിയണ്ട, നീ ഇപ്പം എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? ഗേൾ ഫ്രണ്ടിന് പണം ആവശ്യമുള്ളപ്പോൾ സഹായിക്കേണ്ടത് ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കടമയാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹീറോയിൻ്റെ അച്ഛൻ്റെ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയിനും ഹീറോയും പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. വേറെ ആരുമല്ല, അവൻ്റെ അനുജൻ തന്നെയായിരുന്നു. നീ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള കോഫി ഷോപ്പിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വേഗം വന്ന് എന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, നിനക്ക് 2 ദിവസം കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം അല്ലേ? നീ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? വേഗം വീട്ടിലേക്ക് പൊക്കോ, നിന്നെ കാണാണ്ട് അമ്മ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനിയനാണെങ്കിൽ, മര്യാദയ്ക്ക് നീ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോക്കോ, ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങി പോകുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിനോട്, എൻ്റെ അനിയൻ വന്നിരിക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് അവനൊന്ന് പിക്ക് ചെയ്തിട്ട് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ തൻ്റെ അച്ഛൻ എന്താ പറ്റുകയെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വെളിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ നേരെ കോഫി ഷോപ്പിലേക്ക് പോയിട്ട്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? വേഗം വീട്ടിലേക്ക് പൊക്കോ, അമ്മ നിന്നെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവും, നീ ആരോടും പറയാതെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയൻ പറയാണ്, നിനക്ക് തന്നെ അറിയാമല്ലോ എനിക്കൊരു മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ ഒട്ടും തന്നെ താല്പര്യമില്ല, എനിക്ക് ആർട്സ് സബ്ജക്റ്റിനോടാണ് താല്പര്യം. ആർട്സ് സബ്ജക്റ്റിൻ്റെ എൻട്രൻസും നമ്മുടെ ഈ നാട്ടിലാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ആരോടും പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദയവേതും ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ അമ്മയോട്
അമ്മയോട് പറയല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോ ഞാൻ അമ്മയോട് ഇപ്പോൾ പറയുമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട്. ഉടനെ അനിയൻ നീ അമ്മയെ വിളിച്ച് പറഞ്ഞാൽ നിന്നോട് പോലും പറയാതെ ഏതെങ്കിലും നാട്ടിൽ ഞാൻ ഓടിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ വേണ്ട വേണ്ട നീ ഒരിടത്ത് ഓടിപ്പോണ്ടാം, ഇഷ്ടമല്ലാത്ത കോഴ്സ് പഠിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അച്ഛൻ പറയുന്നത് കേൾക്കാണ്ടിരുന്നു കഴിഞ്ഞാലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിയൻ അത് ഓർത്ത് നീ വിഷമിക്കേണ്ട, അച്ഛനെ ഡീൽ ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആദ്യം ഞാൻ ഈ എക്സാം ഒന്ന് എഴുതി കഴിയട്ടെ, അത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അച്ഛനോട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം. ഇപ്പോൾ നീ ആരെയും വിളിച്ച് പറയണ്ട, എന്നെ നിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് ഇപ്പോൾ വീടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നേരെ വരുന്നത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ വരുമ്പോൾ ഹീറോയുടെ അനിയൻ ചോദിക്കുന്നുണ്ട് ഇതാണോ നീ വാങ്ങിയ പുതിയ വീട് എന്നുള്ളത്. അപ്പോൾ ഹീറോ ഞാൻ പുതിയ വീട് വാങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം ആരാ നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിയൻ പറയാണ് അമ്മ അച്ഛനോട് ചോദിച്ചിട്ടാണ് നിനക്ക് 1,00,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് തന്നേന്നുള്ളത്. അപ്പോൾ ഹീറോ അമ്മയോട് 1,00,000 രൂപ വാങ്ങിയതൊക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഇത് എൻ്റെ വീടല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് നിൻ്റെ ലവറിന് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ, അതുകൊണ്ടാണോ കള്ളം പറഞ്ഞ് ഈ ഒരു തുക അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ലവറിൻ്റെ ആവശ്യത്തിനൊന്നുമല്ല, അല്ലാണ്ട് എനിക്ക് കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളുണ്ടായിരുന്നു, ദയവ് ചെയ്തും നീ ഈ കാര്യം അമ്മയോട് പറയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെയുള്ള കാര്യവും നീ അമ്മയോട് പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരു ഡീലിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യുവരെ ബൈ.